ഞാൻ ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം, കുട്ടിക്ക് എപ്പോഴും മൂക്കടപ്പുണ്ടോ, അതേപോലെ മൂക്കൊന്ന് ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, കുട്ടി രാത്രിയിൽ വ്യക്തമായി കുറുക്കം വലിച്ചുകൊണ്ടാണോ ഉറങ്ങുന്നത്, വ്യക്തമായി ഉറങ്ങാൻ സാധിക്കുന്നില്ലേ, അങ്ങനെ ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടോ എന്നുള്ളത് വ്യക്തമായി നിങ്ങൾ പരിശോധിക്കുക. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, കുട്ടിക്ക് കേൾവിയിൽ കുറവുണ്ടോ എന്ന് പരിശോധിക്കുക. കേൾവി കുറവ്, അതേപോലെ അടിക്കടി ചെവിയിൽ വേദന വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സൈനസിലൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നല്ലോണം തലവേദന, അതേപോലെ കുട്ടിക്ക് തല കുനിയുമ്പോഴൊക്കെ വേദന, അതേപോലെ ഭയങ്കര കനം തൂകുന്ന അവസ്ഥ, ഇത്തരം കാര്യങ്ങളുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. പിന്നെ അടുത്ത കാര്യം എന്താ വെച്ചാൽ, കുട്ടിക്ക് ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടോ, സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ മൂക്കടഞ്ഞ പോലെയുള്ള സംസാരമാണോ കേൾക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതാണ്. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, രാത്രിയിൽ മൂക്കടഞ്ഞൊക്കെ ശ്വാസം എടുക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് തന്നെ ഈ മുകളിലത്തെ പല്ലൊക്കെ ഇങ്ങനെ പൊങ്ങി വരും, കുട്ടിക്ക് ഇവിടെ മുഖമൊക്കെ നല്ലോണം കൂർത്ത് വരുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഇത്തരം കാര്യങ്ങളും അതേപോലെ തന്നെ കുട്ടിക്ക് ഭയങ്കര ടയേർഡ് ലുക്കായിരിക്കും, എപ്പോഴും ഒരു ക്ഷീണിതനായ ലുക്കായിരിക്കും. ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പരിശോധിക്കുക കുട്ടീനെ. ഇതൊരു പക്ഷേ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടായിരിക്കും. ഇത് വ്യക്തമായി നമുക്കൊരു സർജറി ഇല്ലാതെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങളുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ ആ കുട്ടിയെ പരിശോധിച്ച് അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്.